ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ക്ലാസ്സുകളെല്ലാം എടുത്തു തീർന്നിട്ടുണ്ട്. ഇനി ഇതിലെ വിലയിരുത്തൽ എന്ന് പറയുന്ന ഭാഗമാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. മുൻപത്തെ ഭാഗങ്ങൾ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് താഴെ കമൻറ്റ് ബോക്സിലും അതേപോലെ ഡിസ്ക്രിപ്ഷനിലുമൊക്കെ ഈ ഒരു ചാപ്റ്ററിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്ലേലിസ്റ്റിൽ കയറിയിട്ട് മുൻപത്തെ ഭാഗങ്ങൾ കണ്ടതിന് ശേഷം ഈ ഒരു ഭാഗം കാണാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ആദ്യത്തെ ചോദ്യം, റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിലൊന്നാമത്തെ, ഒരു ജീവിയുടെ DNA മുറിക്കാൻ റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിക്കുന്നു. അത് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ്. ഇത് രണ്ടാമത്തെ, ലിഗേസ് എൻസൈം മുറിച്ച DNA കഷ്ണങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അതും ഇതുമായി ബന്ധപ്പെട്ടതാണ്. മൂന്നാമത്തെ, വാഹകർ സാധാരണയായി ബാക്ടീരിയയിലെ പ്ലാസ്മിഡുകളാണ്. അതും ശരിയായ പ്രസ്താവന തന്നെയാണ്. നാലാമത്തെ, ആതിഥേയ കോശത്തിൽ റീകോമ്പിനൻ്റ് DNA അഥവാ പുതിയ DNA പ്രവേശിച്ചാൽ അത് സ്വന്തമായി പെരുകില്ല. അത് തെറ്റായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ഇതിൽ 1, 2, 3 മാത്രമാണ് ശരി. അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ളത്. രണ്ടാമത്തെ, ABC എന്നിവ തിരിച്ചറിഞ്ഞ് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എ എന്താണ്? 2 അതിലധികമോ വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA ഭാഗങ്ങൾ ഒന്നിച്ചു ചേർക്കുന്ന സാങ്കേതിക വിദ്യ. അത് റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയാണ്. ദെൻ ബി, DNAയിൽ ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്ന സാങ്കേതിക വിദ്യ. ജീനുകളുടെ സ്ഥാനം കണ്ടെത്തുന്നത് ജീൻ മാപ്പിംഗ് ആണ്. DNAയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം വിശകലനം ചെയ്ത് വ്യക്തികളെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് സി, അതായത് DNA ഫിംഗർ പ്രിൻറ്റിംഗ്. അപ്പോൾ ABC കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഓപ്ഷനാണ്. എ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, ബി ജീൻ മാപ്പിംഗ്, സി DNA ഫിംഗർ പ്രിൻറ്റിംഗ്. അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ ചോദ്യം, റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിൽ ആതിഥേയ കോശത്തിൻ്റെ പ്രാധാന്യം എന്ത്? ആതിഥേയ കോശമില്ലായിരുന്നെങ്കിൽ ഈ സാങ്കേതിക വിദ്യ എങ്ങനെ പരിമിതപ്പെടുമെന്ന് വിശകലനം ചെയ്യുക. ഉത്തരം നോക്കാം. റീകോമ്പിനൻ്റ് DNAക്ക് പെരുകാനും അതിൻ്റെ പ്രവർത്തനം നടത്താനും ആതിഥേയ കോശം അത്യാവശ്യമാണ്. ആതിഥേയ കോശമില്ലായിരുന്നെങ്കിൽ റീകോമ്പിനൻ്റ് DNAക്ക് സ്വന്തമായി പെരുകാൻ കഴിയില്ല. പ്രോട്ടീനുകൾ നിർമ്മിക്കാനോ ജീൻ എഡിറ്റിംഗ് നടത്താനോ കഴിയാതെ വരും. ഇത് ഈ സാങ്കേതിക വിദ്യയെ വളരെയധികം പരിമിതപ്പെടുത്തുമായിരുന്നു. നാലാമത്തെ ചോദ്യം, ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് നൽകുന്ന വിവരങ്ങൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, ക്രിസ്പർ എഡിറ്റിംഗ് സാങ്കേതികവിദ്യ, ജീവശാസ്ത്രത്തിലെ AI എന്നിവ ഭാവി വികാസത്തിന് എങ്ങനെ സഹായകമാകുമെന്ന് വിശകലനം ചെയ്യുക. ഉത്തരം നോക്കാം. ഹ്യൂമൻ ജീനോം പ്രൊജക്റ്റ് നൽകുന്ന വിവരങ്ങൾ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി, ക്രിസ്പർ എഡിറ്റിംഗ്, ജീവശാസ്ത്രത്തിലെ AI തുടങ്ങിയ സാങ്കേതിക വിദ്യകളുടെ വികാസത്തിന് അടിത്തറയിടുന്നു. ഈ വിവരങ്ങൾ ഉപയോഗിച്ച് രോഗങ്ങൾക്ക് കാരണമാകുന്ന ജീനുകളെ കൃത്യമായി തിരിച്ചറിയാനും റീകോമ്പിനൻ്റ് DNA ടെക്നോളജിയിലൂടെ പുതിയ മരുന്നുകളും ചികിത്സാ രീതികളും വികസിപ്പിക്കാനും സാധിക്കുന്നു. ക്രിസ്പർ എഡിറ്റിംഗ് ഉപയോഗിച്ച് ജീനുകളെ എഡിറ്റ് ചെയ്യുന്നതിനും ജനിതക രോഗങ്ങൾ ചികിത്സിക്കുന്നതിനും ജീനോം ഡാറ്റ നിർണായകമാണ്. കൂടാതെ ജീവശാസ്ത്രത്തിലെ AI വലിയ അളവിലുള്ള ജീനോം ഡാറ്റ വേഗത്തിൽ വിശകലനം ചെയ്യാനും ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാനും സഹായിക്കുന്നു. ഈ സാങ്കേതിക വിദ്യകൾ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ചികിത്സാ രംഗത്തും ശാസ്ത്ര ഗവേഷണത്തിലും വലിയ പുരോഗതിക്ക് വഴിയൊരുക്കും. ഇനി അഞ്ചാമത്തെ ചോദ്യം, രോഗിക്ക് അനുയോജ്യമായ രീതിയിൽ മരുന്നുകൾ നിർദ്ദേശിക്കുന്നതിന് ജീനോം വിവരങ്ങൾ ഉപയോഗിക്കുന്നത് എങ്ങനെ സഹായകമാകുന്നു? ഒരു വ്യക്തിയുടെ ജീനോം വിവരങ്ങൾ ഉപയോഗിച്ച് അവർക്ക് ഏറ്റവും അനുയോജ്യമായ മരുന്നുകൾ നിർദ്ദേശിക്കാൻ സാധിക്കും. ചില മരുന്നുകൾ ഓരോ വ്യക്തിയുടെയും ജീനുകൾക്കനുസരിച്ച് വ്യത്യസ്തമായി പ്രവർത്തിച്ചേക്കാം. ജീനോം വിവരങ്ങൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഒരു രോഗിക്ക് ഒരു പ്രത്യേക മരുന്ന് ഫലപ്രദമാണോ അല്ലെങ്കിൽ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമോ എന്ന് മനസ്സിലാക്കാം. ഇത് മരുന്നുകളുടെ അളവ് ക്രമീകരിക്കാനും കൂടുതൽ ഫലപ്രദമായ ചികിത്സ നൽകാനും ഡോക്ടർമാരെ സഹായിക്കുന്നു. ആറാമത്തെ, റീകോമ്പിനൻ്റ് DNA സാങ്കേതിക വിദ്യയും ജീൻ തെറാപ്പിയും തമ്മിലുള്ള അടിസ്ഥാനപരമായ സാമ്യങ്ങളും വ്യത്യാസങ്ങളും വിശകലനം ചെയ്യുക. ഏറ്റവും ആദ്യം സാമ്യങ്ങൾ നോക്കാം. 2 സാങ്കേതിക വിദ്യകളും ജീനുകളിൽ മാറ്റം വരുത്തുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും ലക്ഷ്യമിടുന്ന കോശങ്ങളിൽ DNA എത്തിക്കാൻ വാഹകരെ ഉപയോഗിക്കുന്നു. ഇനി വ്യത്യാസങ്ങൾ. റീകോമ്പിനൻ്റ് DNA സാങ്കേതിക വിദ്യ വിശാലമായ സാങ്കേതിക വിദ്യയാണ്. ഇത് വ്യത്യസ്ത ജീവികളിൽ നിന്നുള്ള DNA കഷ്ണങ്ങൾ യോജിപ്പിച്ച് പുതിയ ജീവികളെ സൃഷ്ടിക്കാനോ സ്വഭാവങ്ങളിൽ മാറ്റം വരുത്താനോ ഇൻസുലിൻ പോലുള്ള പ്രോട്ടീനുകൾ നിർമ്മിക്കാനോ ഉപയോഗിക്കുന്നു. ജീൻ തെറാപ്പി ഒരു പ്രത്യേക ചികിത്സാ രീതിയാണ്. ജനിതക രോഗങ്ങൾ ചികിത്സിക്കുന്നതിനായി ഒരു രോഗിയുടെ കോശങ്ങളിലേക്ക് ശരിയായ ജീനുകൾ എത്തിക്കുന്നതിനാണ് ഇത് പ്രധാനമായും ഉപയോഗിക്കുന്നത്. ഇനി ഏഴാമത്തെ ചോദ്യം, ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക.
ആദ്യത്തെ ചോദ്യം, ചിത്രീകരണത്തിൽ സൂചിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഏത്? ഇതേത് സാങ്കേതിക വിദ്യയാണ്? ക്രിസ്പർ സാങ്കേതിക വിദ്യയാണ്. എ, ബി എന്നിവ എന്തെന്ന് തിരിച്ചറിഞ്ഞ് പേരെഴുതുക. ഇവിടെ എ എന്നുള്ളത് ഗൈഡ് RNA ആണ്, ബി എന്നുള്ളത് Cas9 എൻസൈമാണ്. എ, ബി എന്നിവയുടെ ധർമ്മം എന്ത്? എ എന്ന് പറയുന്നത് ഗൈഡ് RNA ആണ്. അതിൻ്റെ ധർമ്മം കൃത്യമായി മുറിക്കേണ്ട DNA ഭാഗം കണ്ടെത്തുന്നു, ഈ ഭാഗത്തേക്ക് Cas9 എൻസൈമിനെ നയിക്കുന്നു എന്നുള്ളതാണ്. ദെൻ ബി എന്ന് പറയുന്നത് Cas9 എൻസൈമാണ്. ഗൈഡ് RNA കണ്ടെത്തിയ DNA ഭാഗത്തെ മുറിക്കുന്നു, അതാണ് Cas9 എൻസൈമിൻ്റെ ജോലി. ദെൻ 8ാമത്തെ ചോദ്യം, ഒരു ഫോറൻസിക് കേസിലെ DNA ഫിംഗർ പ്രിൻറ്റിംഗ് റിപ്പോർട്ട് നിങ്ങൾക്ക് ലഭിച്ചുവെന്ന് സങ്കല്പിക്കുക. ഈ റിപ്പോർട്ടിലെ പാറ്റേണുകൾ വിശകലനം ചെയ്ത് എങ്ങനെയാണ് കുറ്റവാളിയെ തിരിച്ചറിയുന്നതെന്ന് വിശദീകരിക്കുക. പ്രകൃതി ദുരന്തത്തിലെ തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ ആരുടേതെന്ന് കണ്ടെത്തുന്നതിന് എങ്ങനെയാണ് ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നത്? ഒരു ഫോറൻസിക് കേസിൽ എങ്ങനെയാണ് കുറ്റവാളിയെ തിരിച്ചറിയുന്നതെന്ന് ആദ്യം തന്നെ നോക്കാം. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ലഭിക്കുന്ന DNA സാമ്പിളും സംശയിക്കപ്പെടുന്ന വ്യക്തികളുടെ DNA സാമ്പിളുകളും തമ്മിൽ താരതമ്യം ചെയ്യുന്നു. കുറ്റകൃത്യ സ്ഥലത്തെ സാമ്പിളുമായി പൂർണ്ണമായും യോജിക്കുന്ന പാറ്റേൺ ആരുടേതാണെന്ന് കണ്ടെത്തുന്നു. ഇതിലൂടെ കുറ്റവാളിയെ തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇനി പ്രകൃതി ദുരന്തത്തിലെ തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങൾ കണ്ടെത്തൽ. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളുടെ DNA സാമ്പിളുകൾ ശേഖരിക്കുന്നു. ഈ സാമ്പിളുകൾ മൃതദേഹം ആരുടേതാണെന്ന് സംശയിക്കുന്നവരുടെ അടുത്ത ബന്ധുക്കളുടെ, അതായത് മാതാപിതാക്കൾ, മക്കൾ, സഹോദരങ്ങൾ എന്നിവരുടെ DNA സാമ്പിളുകളുമായി താരതമ്യം ചെയ്യുന്നു. ബന്ധുക്കൾക്ക് സമാനമായ DNA പാറ്റേണുകൾ ഉണ്ടാകുമെന്നതിനാൽ ഈ താരതമ്യം വഴി മൃതദേഹം ആരുടേതാണെന്ന് ഉറപ്പിക്കാൻ സാധിക്കുന്നു. ദെൻ 9ാമത്തെ ചോദ്യം, ജീവശാസ്ത്ര ഗവേഷണത്തിൽ നിർമ്മിത ബുദ്ധി അതായത് AI എങ്ങനെയാണ് ഡാറ്റ വിശകലനത്തെയും കണ്ടെത്തലുകളെയും സഹായിക്കുന്നത്? ജീവശാസ്ത്ര ഗവേഷണത്തിൽ ഡാറ്റ വിശകലനവും കണ്ടെത്തലുകളും വളരെയധികം സഹായിക്കുന്നു. വലിയ അളവിലുള്ള ജനിതക വിവരങ്ങളും മറ്റ് ഡാറ്റയും വേഗത്തിൽ വിശകലനം ചെയ്യാൻ നിർമ്മിത ബുദ്ധിക്ക് സാധിക്കുന്നു. പുതിയ മരുന്നുകൾ, പ്രോട്ടീൻ ഘടനകൾ, രോഗങ്ങൾ എന്നിവ കണ്ടെത്താൻ ഇത് സഹായിക്കുന്നു. പഠനങ്ങൾക്കുള്ള സമയം കുറയ്ക്കുന്നതിനും ഗവേഷണത്തിന് കൂടുതൽ കൃത്യത നൽകുന്നതിനും നിർമ്മിത ബുദ്ധി സഹായകമാണ്. ഇനി അവസാനത്തെ ചോദ്യം, പരിസ്ഥിതി സംരക്ഷണത്തിന് സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെക്കുറിച്ച് ഒരു സെമിനാർ അവതരിപ്പിക്കുന്നതിനായി താഴെ പറയുന്ന ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. വിവരശേഖരണം, ജൈവ വൈവിധ്യ സംരക്ഷണം, മലിനീകരണ നിയന്ത്രണം. ഏറ്റവും ആദ്യം വിവരശേഖരണം നോക്കാം. വന്യമൃഗ ട്രാക്കിംഗ് സെൻസറുകൾ, ആഗോള ജൈവ വൈവിധ്യ ഡാറ്റാ സെൻസറുകൾ എന്നിവ ഉപയോഗിച്ച് വന്യജീവികളുടെ ചലനങ്ങളെക്കുറിച്ചും ജൈവ വൈവിധ്യത്തെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കും. അതുപോലെ ഡ്രോണുകളും ഉപഗ്രഹങ്ങളും ഉപയോഗിച്ച് വനനശീകരണം, മലിനീകരണം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാം. ഈ വിവരങ്ങൾ വേഗത്തിൽ വിശകലനം ചെയ്യാൻ AI പോലുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്താം. ഇനി 2ാമത് ജൈവ വൈവിധ്യ സംരക്ഷണം. വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ജീൻ പൂളുകൾ ക്രയോ പ്രിസർവേഷൻ വഴി സംരക്ഷിക്കാം. വന്യമൃഗങ്ങളുടെ ചലനം, പെരുമാറ്റം, സ്ഥാനം എന്നിവ നിരീക്ഷിച്ച് സംരക്ഷണ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാൻ സാധിക്കും. 3ാമത്തെ മലിനീകരണ നിയന്ത്രണം. ബയോ റെമഡിയേഷൻ എന്ന പ്രക്രിയ മണ്ണ്, ജലം, വായു എന്നിവിടങ്ങളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്നു. പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളായ സൗരോർജ്ജം, കാട്ടിൽ നിന്നുള്ള ഊർജ്ജം എന്നിവ ഉപയോഗിക്കുന്നത് മലിനീകരണം കുറയ്ക്കാൻ സഹായിക്കും. നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ജലവും മണ്ണും ശുദ്ധീകരിക്കാനും റീസൈക്ലിംഗ് പ്രക്രിയകൾ മെച്ചപ്പെടുത്താനും സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് വിലയിരുത്താമൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സെക്ഷനുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക.